ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൽത്തിയെ തിരിച്ച് ഒഫീലിയയുടെ മുഖത്ത് വെള്ളമൊഴിക്കുമ്പോഴേക്കും മിസ്റ്റർ സി വന്നവിടെ നിൽക്കുന്നതോടെ വെള്ളം അവൻ്റെ ദേഹത്താകുന്ന സിനിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും പറഞ്ഞോളൂ കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് അവൻ ആൽത്തിയെ വോൺ ചെയ്യുന്നു. അവളാകട്ടെ മാപ്പും ചോദിക്കുന്നു. ഒഫീലിയയും കൊണ്ട് മിസ്റ്റർ സി അവിടെ നിന്ന് പോകുമ്പോൾ രക്ഷിച്ചതിന് അവൾ അയാളോട് നന്ദി പറയുന്നു. അതിനിടയിൽ കോളിൻഷൻ വന്ന് DNA ടെസ്റ്റ് റിസൾട്ട്സ് അറിയിക്കുന്നു. കുട്ടികൾ ലിയോൺസിയുടേതല്ല. തിരികെ വീട്ടിലെത്തി സെലീനയും ലിയോൺസിയും തമ്മിലുള്ള വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് അയാൾ അവളവിടെ ഉണ്ടെന്ന ഇല്യൂഷനിൽ അവളെ ഉമ്മ വയ്ക്കുന്നു. ഇനിയൊരിക്കലും അവൾ നഷ്ടമാകരുതെന്നവൻ ഉറപ്പിക്കുന്നു. പിറ്റേന്ന് MK കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ഒഫീലിയ പോകുന്നു. CEO മിസ്റ്റർ സി ആണെന്നറിയാതെ അവനും അവിടെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ അവനോട് സംസാരിക്കുന്നു. എന്നാൽ പിന്നീട് CEO ആണെന്നറിഞ്ഞ് അവൾ നല്ല രീതിയിൽ പെരുമാറുന്നു. അവൾക്ക് പ്രൊമോഷനും സാലറി ഹൈക്കും ലഭിക്കുന്നു. കുട്ടികൾ സിക്കും ഒരു കിഡ്സ് വാച്ച് കൊടുത്ത് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴിയൊരുക്കിയിരുന്നു. ഒഫീലിയയ്ക്കുള്ള വെൽക്കം പാർട്ടി നടത്തുമ്പോൾ അവൾ ഡാൻസ് കളിക്കുന്നത് കണ്ട് വന്ന് ലിയോൺസി സെലീനയെക്കുറിച്ച് ഓർക്കുന്നു. അവൾ വീഴാൻ പോയപ്പോൾ ഓടിപ്പോയി പിടിക്കുന്നതിനിടയിൽ അറിയാതെ അവളെ ചുംബിക്കുന്നു. ചുറ്റുമുള്ളവർ അത് ഫോട്ടോയും എടുക്കുന്നു. അവളെയും കൂട്ടി സി അവിടുന്നും പോകുന്നു. ക്ലെയർ ഗു എന്ന സിയുടെ പ്രോജക്റ്റ് മാനേജർ പാർട്ടിയുടെ ഫോട്ടോസ് കണ്ട് സെലീനയെ തിരിച്ചറിയുന്നു. തനിക്ക് സിയെ ഇഷ്ടമായതുകൊണ്ട് തന്നെ സെലീനയെ താൻ ഒഴിവാക്കിയിട്ടും അവൾ വീണ്ടും വന്നത് മിസ്റ്റർ ലൂ എന്ന സാറ ഓർഗനൈസേഷൻ്റെ ലീഡറിനെ അവൾ അറിയിക്കുന്നു. സിയും ഒഫീലയും തിരികെ കാറിൽ പോകുമ്പോൾ അവളുടെ പാസ്റ്റിനെ കുറിച്ച് അവൻ ചോദിക്കുന്നു. നീ സെലീനയാണോ എന്ന് തിരിച്ചറിയും വരെ നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്നവൻ പറയുന്നു. തൻ്റെ പാസ്റ്റ് വേദനിപ്പിക്കുന്നതാകും, അതുകൊണ്ട് തനിക്കതറിയണ്ട, എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാമെന്ന് അവൾ സിയോട് പറയുന്നു. വീട്ടിലെത്തിയ സിയും എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെ സി അങ്കിളിനെ ഇഷ്ടമാണോ എന്ന് അയാളെ വാച്ച് വഴി കോണ്ടാക്ട് ചെയ്ത് കോൾ മുഴുവൻ കേൾപ്പിച്ച് കുട്ടികൾ ഒഫീലിയയോട് ചോദിക്കുന്നു. അവർ അങ്കിളിനെ കുറിച്ച് പൊക്കി പറയുന്നുമുണ്ട്. നിവർത്തിയില്ലാതെ ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട സിക്ക് സന്തോഷമാകുന്നു. ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതും ഇനി ഒന്നിച്ച് മതിയെന്ന് സി അവളോട് പറയുന്നു. അതും സമ്മതിച്ച് അവൾ കോൾ കട്ടാക്കി കുട്ടികളെ ന്യൂ മാൻഷനിലേക്ക് പറഞ്ഞയക്കുന്നു. ഓഫീസിലെത്തിയ ക്ലെയർ ഒഫീലിയയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ലിയോൺസി ഒന്നും ഇട്ടു പറയുന്നില്ല. മൂ മാൻഷനിൽ എത്തിയ കുട്ടികളോട് മിസ്റ്റർ സിയെക്കുറിച്ച് മാസ്റ്റർ മൂ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് അച്ഛനായി അദ്ദേഹത്തെ കിട്ടിയാൽ ഇഷ്ടമാണെന്നവർ പറയുന്നു. വർക്ക് കഴിഞ്ഞ് ലിയോൺസിയെ കാത്തുനിന്ന ഒഫീലിയെ കുട്ടികൾ ആക്രമിക്കുന്നു. എന്നാൽ അവൾ തിരിച്ച് നല്ല ഇടി കൊടുക്കുന്നു. ആൽത്തിയെയാണ് ഇതിന് പിന്നിലെന്ന് ഗുണ്ടകൾ പറയുന്നത് അവൾ വീഡിയോ എടുക്കുന്നു. കൊണ്ടുവന്ന മിസ്റ്റർ സി അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകുന്നു. സെലീനയ്ക്ക് മാർഷ്യൽ ആർട്സ് അറിയാമെന്ന് സി പറയുമ്പോൾ താനിത് സെൽഫ് ഡിഫെൻസ് ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും കുട്ടികളും കോളിൻഷനും എത്തുന്നു. സി തിരികെ വീട്ടിലേക്കും പോകുന്നു ഷന്നിനൊപ്പം. തങ്ങളുടെ മിഷൻ പാളിയത് ഗുണ്ടകൾ ആൽത്തിയെ അറിയിക്കുന്നു. അങ്കിൾ സിയോട് അധികം അടുപ്പം വേണ്ടെന്ന് കുട്ടികളോട് ഒഫീലിയ പറയുന്നു. മിസ്റ്റർ സി തൻ്റെ ഫിയാൻസിയാണ്, അവനോട് അടുപ്പം കാണിക്കുന്നത് ചീപ്പാണെന്ന് പറയുന്ന ക്ലെയറിനോട് ഒഫീലിയ നല്ല മറുപടി പറയുന്നു. കാർ വാങ്ങാൻ ഷോറൂമിലെത്തുന്ന ഒഫീലിയയും കുട്ടികളും മാഡം മൂനെയും ആൽത്തിയെയും കാണുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് മാഡം മൂ പറയുമ്പോൾ കാർ വാങ്ങിത്തന്നാൽ മതിയെന്ന് ഒഫീലിയ പറയുന്നു. ഇതിനെ ആൽത്തിയെ പരിഹസിക്കുമ്പോൾ ഗുണ്ടകളുടെ വീഡിയോ കാണിച്ച് ഒഫീലിയ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഈ സ്ത്രീകൾ തങ്ങളുടെ അമ്മയെ അപമാനിക്കരുതെന്ന് കരുതി കുട്ടികൾ വിളിച്ചു വരുത്തിയ മിസ്റ്റർ സി തക്ക സമയത്ത് വരുന്നതോടെ ആൽത്തിയെയും മാഡമും ചമ്മി അവിടുന്നും പോകുന്നു. അവർ നേരെ കാർ വാങ്ങാൻ പോകുമ്പോൾ മിസ്റ്റർ എക്സ് എന്ന സ്ട്രേഞ്ചർ ഒഫീലിയയ്ക്ക് വേണ്ടി കാർ ബുക്ക് ചെയ്ത വിവരം സ്റ്റാഫ് അവരെ അറിയിക്കുന്നു. എന്നാൽ സിക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഒഫീലിയ അത് വേണ്ടെന്ന് വയ്ക്കുന്നു. മിസ്റ്റർ എക്സ് താനാണ് കോഡിങ് ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയതാണെന്നൊക്കെ സ്റ്റെർലിംഗ് പറയുമ്പോൾ അവൾ ആ കാറ് സ്വീകരിക്കുന്നു. മിസ്റ്റർ എക്സ് ആരെന്നറിയാതെ മിസ്റ്റർ സി പിണങ്ങി പരിഭവിച്ച് തിരികെ പോകുന്നു. മിസ്റ്റർ ഷെന്നിനോട് മിസ്റ്റർ എക്സിനെ കുറിച്ച് അന്വേഷിക്കാനും അയാൾ പറയുന്നുണ്ട്. ഇതേ സമയം സിയുടെ അമ്മ വന്ന് ഒഫീലിയയുമായുള്ള ബന്ധത്തെ ചൊല്ലി കരച്ചിലും ബഹളവുമാകുന്നു. ബ്ലൈൻഡ് ഡേറ്റ് പോകാൻ സിയെ നിർബന്ധിക്കുമ്പോൾ ഒഫീലിയയും ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നത് ബെല്ലയുടെ വീഡിയോ വഴി അയാൾ അറിയുന്നു.
ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്ന സിയുടെ പിന്നാലെ അവിടെ നടക്കുന്നതറിയാൻ അമ്മയും പോകുന്നുണ്ട്. അവിടെ വെച്ച് ബെല്ലയെയും സ്റ്റെർലിങ്ങിനെയും കാണുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാകുന്നു. എന്നാൽ ഇത് ഒഫീലിയയുടെ മക്കളാണെന്ന് അവർക്കറിയില്ല കേട്ടോ. മകൻ്റെ ബ്ലൈൻഡ് ഡേറ്റ് കണ്ട് ആസ്വദിച്ച് അവരവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അമ്മയെ കാണിക്കാൻ വേണ്ടി മാത്രം മകൻ അവിടെ തകർത്തഭിനയിക്കുന്നു. ഒഫീലിയയുടെ ബ്ലൈൻഡ് ഡേറ്റ് ഇവിടെ നടക്കുന്നത് കണ്ട് നല്ല അസൂയയുണ്ട് മിസ്റ്റർ സിക്ക്. 2 കപ്പ് ജ്യൂസ് കുടിച്ചപ്പോഴേക്കും വയറിന് സുഖമില്ലാതെ അമ്മ ബാത്റൂമിൽ പോയ തക്കത്തിന് ഡാഡി എന്ന് വിളിച്ച ബെല്ലയും സ്റ്റെർലിങ്ങും വരുന്നതോടെ മിസ്റ്റർ സിയുടെ ഡേറ്റിൻ്റെ കാര്യം ഒരു വഴിക്കായി. ഒഫീലിയയുടെ ബ്ലൈൻഡ് ഡേറ്റും അവരൊന്നിച്ച് കുളമാക്കി കൊടുക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.